ഏപ്രിൽ 28, 29 തീയതികളിൽ നമ്മുടെ തൃശ്ശൂരിൽ മാങ്ങ ഫെസ്റ്റ് നടന്നിരുന്നു. അത് നമ്മുടെ ടൗൺ ഹാളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള വെറൈറ്റി മാങ്ങകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ വിചാരിച്ചത് അവിടെ നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള മാങ്ങകളാണ് ഉണ്ടാവുന്നതാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിലറിയാവുന്ന ഒരു മാങ്ങയും ഉണ്ടായിരുന്നില്ല. വളരെ ദൂരം ചെന്നപ്പോൾ കുറച്ച് മാങ്ങകൾ മാത്രമാണ് നമുക്ക് അറിയാവുന്ന തരത്തിലുണ്ടായിരുന്നത്. ബാക്കി എല്ലാ തരം മാങ്ങകളും പുതിയ പേരുകൾ ഇട്ടിട്ടുള്ളവയായിരുന്നു. പിന്നെ വെറൈറ്റിയായി നമ്മൾ കണ്ടത് തേങ്ങ മാങ്ങ, മത്തൻ മാങ്ങ, അങ്ങനത്തെ പലതരം വെറൈറ്റി മാങ്ങകളും കണ്ടു. ഓരോന്നും വളരെ ഒരു പപ്പക്കായുടെ സൈസ് വരെയുള്ള മാങ്ങകൾ അവിടെ ഉണ്ടായിരുന്നു. ഹിന്ദു നെയിംസും ക്രിസ്ത്യൻ നെയിംസും മുസ്ലിം നെയിംസിലുള്ള പലതരത്തിലുള്ള മാങ്ങകളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല മതമൈത്രിയുള്ള മാങ്ങകളുടെ പേരുകൾ നിറഞ്ഞിട്ടുള്ള ഒരു മാങ്ങ ഫെസ്റ്റ് ആയിരുന്നു അത്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വെറൈറ്റി മാങ്ങകളുടെ പേരുകൾ വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഇതുവരെ കേട്ടുപരിചയം പോലും ഇല്ലാത്ത മാങ്ങകളുടെ വെറൈറ്റികൾ കിട്ടുമ്പോൾ അത് എവിടെ നിന്നാണോ കിട്ടിയത്, ഒന്നെങ്കിൽ ആ സ്ഥലപ്പേരോ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ വീട്ടുപേരോ ആണ് പുതിയതായി അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് പലതരത്തിലുള്ള മാങ്ങകൾക്കും പേരുണ്ടായിട്ടുള്ളത്. പിന്നെ അവരുടെ രൂപം, ആ മാങ്ങകളുടെ രൂപം ഭംഗി നോക്കിയിട്ടും അവയ്ക്ക് പേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000-ഓളം മാങ്ങകളുടെ വെറൈറ്റി അവിടെ ഉണ്ടെന്നാണ് കേട്ടത്. അത്തരത്തിൽ വെറൈറ്റി മാങ്ങകളുടെ കളക്ഷൻസ് കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഒരു മാങ്ങയുടെ പേരാണ് രോമാഞ്ചം. അതിന് പുളി കൊണ്ട് രോമാഞ്ചം വരുന്നതാണോ മധുരം കൊണ്ട് വരുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വെറൈറ്റി മാങ്ങകൾ, ഓരോ സ്ഥലപ്പേര്, ആളുകളുടെ പേര്, തോട്ടപ്പള്ളി, പച്ചപ്പിള്ളി, അങ്ങനെ വെറൈറ്റി തരം മാങ്ങകളുണ്ടായിരുന്നു അവിടെ. കുരുവി,
അതുപോലെ തന്നെ ഇതാ കൽക്കണ്ട മാങ്ങ, തേനുണ്ട, നല്ല നല്ല രസമുള്ള പേരുകൾ, നല്ല കൗതുകമുള്ള പേരുകളാണ് ഫുൾ ഇട്ടിട്ടുള്ളത്. ജമന്തി, നായരങ്ങാടി, കൊള്ളാം. എല്ലാം നല്ല വലിപ്പത്തിലുള്ള മാങ്ങകളൊക്കെയാണ് കേട്ടോ. ഒന്നെങ്കിൽ കളർ കൊണ്ടോ അല്ലെങ്കിൽ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കൊണ്ടോ ഒക്കെ എല്ലാം വേറിട്ടിട്ടുള്ള മാങ്ങകളാണ്. ആശ്വാസമായി. ഇപ്പോഴെങ്കിലും നമുക്കറിയാവുന്ന 4 മാങ്ങകളെ കാണാൻ പറ്റിയല്ലോ. മൂവാണ്ടൻ, പുളിയൻ, ഏത് മാങ്ങ, പക്ഷെ ഇതൊക്കെ നമുക്കറിയാവുന്ന മാങ്ങകൾ തന്നെയാണ് കേട്ടോ. മൂവാണ്ടൻ പലതരത്തിലുള്ളതുണ്ട്. പിന്നെ ദേവൈവ, തൊലികൈപ്പൻ കേട്ടിട്ടുണ്ട്. കുളമ്പ് എൻ്റെ വീട്ടിലുണ്ട്. അൽഫോൺസ് മാംഗോ, പേരയ്ക്ക മാങ്ങ, കുറിഞ്ചുകുട്ടി, അങ്ങനെ കുറച്ചറിയാവുന്ന മാങ്ങകളിരിക്കുന്ന ഒരു സ്ഥലത്തെത്തി. കുറേ മാങ്ങകൾക്ക് ഇപ്പോഴും പേരിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ പ്ലെയിൻ പേപ്പറാണ് ഇട്ടിട്ടുള്ളത്. അത് ഭാവിയിൽ അവർക്ക് പേര് വരുമായിരിക്കും.
തെക്കേക്കര. ഇത് ഞങ്ങളുടെ അവിടെയുള്ള ഒരു വീട്ടുകാരുടെ വീട്ടും പേരാണ്. അങ്ങനെ നമുക്കറിയാവുന്ന തരത്തിലുള്ള പല പേരുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്ഥലപ്പേരായിട്ടും വീട്ടും പേരായിട്ടും ആളുകളുടെ പേരായിട്ടും പലതും സേവ്യർ, പലതും നമുക്കറിയാവുന്നവരുടെ പേരുകൾ കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൽക്കണ്ട നീലൻ നല്ല മധുരമായിരിക്കും. പപ്പായ, വളൂർ നമുക്കറിയാവുന്ന പേരാണ്. എന്താ ഇവിടെ വന്നിരിക്കുന്നുണ്ട് വളൂർ. തലവെട്ടിപ്പുളിയൻ കൊള്ളാം, നല്ല പേര്. കർപ്പൂര മാങ്ങ. ഇനിയാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട് ഇവിടെ. ഇതായിരിക്കുന്നു നമ്മുടെ മത്തൻ മാങ്ങ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, അതവിടെ ഇരിക്കണ കാണാൻ നല്ല വലിപ്പമുണ്ട്. ശരിക്കും ഒരു മത്തങ്ങ പോലെ തന്നെയാണ് അതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങാമാങ്ങയും മത്തങ്ങ മാങ്ങയും കണ്ടു. ഓരോ സെക്ഷൻ കഴിയുമ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷേ അടുത്തടുത്ത റൂമുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി മാങ്ങകളുടെ വെറൈറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. മാംഗോ ജോളി എൻ്റെ അമ്മയുടെ പേരാണ്. അങ്ങനെ അമ്മയ്ക്കും അമ്മയുടെ പേരിലും ഒരു മാങ്ങ ഇറങ്ങി. അയ്യോ, ഇതെന്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ട്. മാംഗോ ജൈൻറ്റ് മാങ്ങ എന്നാണ് അതിൻ്റെ പേര്. ഇനി ഏതോ കുറേ മാങ്ങകൾക്ക് നമ്പർ മാത്രമാണ് ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ. ആ വെറൈറ്റികൾക്ക് ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, പേര് ഇടുന്നതേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഒരുപാട് മാങ്ങകൾ നമുക്ക് വായിച്ച് എത്താൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ അത്രയ്ക്കും വെറൈറ്റി മാങ്ങകൾ അവിടെയുണ്ട്. ഇതവിടെ മുല്ലശ്ശേരി മാങ്ങ, ഓളരി. ആദ്യം ചിയാരം മാങ്ങ കണ്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അങ്ങനെ ചിയാരം മാങ്ങ കണ്ടു, മുല്ലശ്ശേരി മാങ്ങ കണ്ടു. ഇത് അടുത്തൊരു വെറൈറ്റി മാങ്ങയാണ് ആപ്പിൾ റുമാനിയ.
2 ദിവസമായപ്പോഴേക്കും അത് കേടുവന്ന് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ മാങ്ങകളുടെയൊക്കെ വലിപ്പം വളരെ ഒരു 1 കിലോ 1.5 കിലോ വലിപ്പമുണ്ട്. തണ്ണീർ പന്തൽ, ദേവദത്ത്, ബദാമി മോഡൽ, നീലൻ, നമുക്കറിയാവുന്ന പേര്. അങ്ങനെ വീണ്ടും ഒരുപാട് മാങ്ങകൾ കാണുന്നുണ്ട്. റെഡ് അക്ബർ, വായിച്ചെത്തിക്കാൻ നോക്കിയാൽ കഴിയില്ല, അത്രയ്ക്കധികം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള മാങ്ങകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ അതിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തെന്ന് മാത്രം. തൃശ്ശൂർ ഫെസ്റ്റിനെത്താൻ കഴിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ വെറൈറ്റി മാങ്ങകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ കുറച്ച് വെറൈറ്റി മാങ്ങകളുടെ വിപണനവും അവിടെ നടന്നിരുന്നു. നമുക്ക് അതിലെ വെറൈറ്റീസ് നോക്കി മേടിക്കാവുന്നതാണ്. മാങ്ങാമേളയോടനുബന്ധിച്ച് ആ വെറൈറ്റി മാങ്ങകളുടെ തൈക്കളും അവിടെ ലഭിച്ചിരുന്നു. മിതമായ നിരക്കിൽ തന്നെയാണ് മാങ്ങാവിൻ്റെ തൈകൾ കൊടുത്തിരുന്നത്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് എന്നിവ ചെയ്തിട്ടുള്ള മാങ്ങ തൈകൾ നമുക്ക് ലഭിക്കുന്നതാണ്. മാങ്ങാമേള 2025 വെറൈറ്റി ആയിട്ടുള്ള മത്സരങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. പാചക മത്സരം, ചിത്രരചന, മാങ്ങ ക്ലിനിക് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റി പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേളയിലെ ഒരു പ്രധാന ആകർഷണമായിരുന്നു മാങ്ങ പായസം. ആദ്യമായിട്ടാണ് ഞാൻ മാങ്ങ പായസം കേൾക്കുന്നത്. അതവിടെ ലഭിക്കുമായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാങ്ങ മത്സരം, ചിത്രരചന, സെമിനാർ, മാങ്ങോ ക്ലിനിക് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്